നല്ലവനാണോ അവനെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രിയൻചേട്ടനെ എന്നെ ഒരുമിപ്പിക്കാൻ ഇത് ദർശൻ എഴുതിയതാകാനും സാധ്യതയുണ്ട്. ആദ്യം ഇതെഴുതിയ ആള് എന്റെ ശത്രുവാണോ അതോ മിത്രമാണോ എന്നറിയണം. ഏതായാലും നിന്റെ സമയം നല്ലതാ. പ്രിയന് 3 മാസത്തിനുള്ളിൽ കല്യാണം കഴിച്ചേ പറ്റൂ. പാറു എന്തായാലും കല്യാണത്തിന് സമ്മതിക്കില്ല. പിന്നെ വേറെ വഴിയില്ലാതെ ശോഭയ്ക്ക് അവനെ നിന്നെ കൊണ്ടുതന്നെ കെട്ടിക്കേണ്ടി വരും. അങ്ങനെ വേറെ വഴിയില്ലാത്തോണ്ട് പ്രിയൻചേട്ടൻ എന്നെ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ ആഗ്രഹിക്കുന്നത്? അല്ല, അത് അങ്ങനൊരു പ്രോത്സാഹന സമ്മാനം പോലെ എനിക്ക് പ്രിയൻചേട്ടനെ കല്യാണം കഴിക്കണ്ട. പ്രിയൻചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ട് തന്നെ കല്യാണം കഴിക്കണം. പ്രിയൻചേട്ടനോട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പോഴും പ്രിയൻചേട്ടന്റെ മനസ്സില് ആ പാറുവാ. പാറു കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയാലും പ്രിയൻചേട്ടൻ എന്നെ സ്വീകരിക്കില്ല. അതിന് അവളെ പ്രിയൻചേട്ടൻ വെറുക്കണം. പാറുവിനെ മനസ്സിലാക്കിയതിൽ പ്രിയൻചേട്ടന് തെറ്റുപറ്റിയെന്ന് പ്രിയൻചേട്ടന് തോന്നണം. അതത്ര എളുപ്പാവില്ല. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നേടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനെ കൂടുതൽ സ്പെഷ്യലാക്കും. പ്രിയൻചേട്ടൻ എനിക്ക് ഒരുപാട് സ്പെഷ്യലാ. എന്താ ചോവേ രാവിലെ തന്നെ കലണ്ടർ നോക്കി നിൽക്കുന്നത്? ജോത്സ്യം പറഞ്ഞ 3 മാസം എന്നാ തീർന്നേന്ന് നോക്കുമായിരുന്നു. ഇന്നത്തെ കാലത്തെ ജോത്സ്യന്മാര് പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? പ്രിയന്റെ അച്ഛൻ എന്താ സംഭവിച്ചെന്ന് ഏട്ടന് ഓർമ്മയില്ലേ? ജോത്സ്യൻ അദ്ദേഹത്തിന്റെ ജാതകം നോക്കി ആയുസിന് അപകടം ഉണ്ടെന്ന് പറഞ്ഞതാണ്. പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോ ജോലി തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റിവെക്കുകയായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും പ്രിയന്റെ കല്യാണം നടത്തണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എന്താ അമ്മ ഇത്? ഞാനും കൈലാഷ് സാറും പറഞ്ഞിട്ടും അമ്മയുടെ മനസ്സ് മാറിയില്ലേ? എന്തിനാ 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് വാശി പിടിക്കുന്നത്? മോനെ, ഈ പ്രായത്തിൽ എന്തു വന്നാലും നേരിടാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾക്ക് വെറുതെ തമാശയായിട്ട് തോന്നും. പക്ഷേ ഞങ്ങൾ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാ മൂത്തവര് പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ ഇവനെ ഉപദേശിച്ച് തൊണ്ടയിലെ വെള്ളം പറ്റിക്കണ്ട. ഇവന്റെ തലയിലൊന്നും കയറത്തില്ല. ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരുവിധം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോ നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. എനിക്ക് ഏഷ്യണി കൂട്ടുന്ന സ്വഭാവമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് ഉള്ള കാര്യമല്ലേ. നീ വാശി പിടിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പായില്ലേ? പിന്നെ ഇവര് പറയുന്ന കേട്ട എന്താ കുഴപ്പം? നീ മിണ്ടാതിരിക്ക. ഈ വിഷയം എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാരും ഇടപെട്ട് കുളമാക്കാതിരുന്നാ മാത്രം മതി. അമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഇവിടെ നിനക്ക് ആരാ അറിയാവുന്നേ മോളെ? ഒറ്റയ്ക്ക് പോയി എങ്ങനെ ശരിയാവും? ഞാനും കൂടെ വരാം. അതൊന്നും വേണ്ട. ഞാൻ നാട്ടുമ്പുറത്തുകാരിയൊന്നും അല്ല. എനിക്ക് സിറ്റിയിൽ യാത്ര ചെയ്ത് നല്ല ശീലമുണ്ട്. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാ പോകുന്നത്. വേണ്ടെന്ന് പറയരുത്. എന്താ ഈ പ്രധാനപ്പെട്ട കാര്യം? അത് ഞാൻ വന്നിട്ട് പറയാം. എടി, തർക്കത്തിന് പറയുന്നോ? വിട്ട് കളയെടുത്തേമേ, അവള് പോട്ടെ. താങ്ക്സ് അപ്പച്ചി. പ്രിയൻ ചേട്ടാ ഒന്ന് വന്നേ. സത്യം പറയാലോ, തുളസി പ്രിയനെ കാണുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന പേടി എനിക്കുണ്ടായിരുന്നു. അതിപ്പോ മാറി. അതെ അതെ, അവര് തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ? ഞാൻ എങ്ങോട്ടാ പോകുന്നെന്ന് പ്രിയൻ ചേട്ടൻ അറിയാൻ താല്പര്യമില്ലേ? നിന്റെ അമ്മ ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മ ചോദിച്ചാ പറയില്ല, പക്ഷേ പ്രിയൻ ചേട്ടൻ ചോദിച്ചാൽ ഞാൻ പറയും.
എന്നാ പറ. ഞാൻ പാറുവിനെ കണ്ട് സംസാരിക്കാനാ പോകുന്നത്. നീ അവളെ കണ്ട് എന്ത് സംസാരിക്കാനാ? അതൊന്നും ഞാനിപ്പോ തീരുമാനിച്ചിട്ടില്ല. അവളെ കാണുമ്പോ മനസ്സിൽ തോന്നുന്ന എന്താന്ന് വെച്ചാ പറയും.